കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിൽ പ്രോസിക്യൂഷന് അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവിലെ ഹൈക്കോടതി വിരുദ്ധ പരാമർശങ്ങളിൽ കോടതിയലക്ഷ്യ കേസ്. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ബിജുവിനെതിരെയാണ് കോടതിയലക്ഷ്യ കേസ് ഫയൽ ചെയ്തത്. അതിരൂക്ഷമായ ഭാഷയിലാണ് കോടതി കെ ബിജുവിനെ വിമർശിച്ചത്. അതുല്യ വിവരങ്ങൾ. കാർത്തു, ഈ പ്രതികൾക്കുള്ള പ്രോസിക്യൂഷൻ അനുമതി നൽകിയ ഉത്തരവാണ് വലിയ രീതിയിൽ അതിലെ പരാമർശങ്ങളുടെ പേരിൽ വിവാദമായത്. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ബിജു IAS ആണ് ഈ ഒരു ഉത്തരവ് പുറത്തിറക്കിയത്. ഈ ഉത്തരവിലെ വിവാദമായിട്ടുള്ള ഭാഗങ്ങൾ, അതായത് ഹൈക്കോടതി വിരുദ്ധ പരാമർശങ്ങൾ നീക്കണം എന്നാവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇന്ന് ആ പുതുക്കിയ ഉത്തരവ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ആ വേളയിലാണ്, അതായത് ഈ ഒരു കേസ് ഈ ഉത്തരവ് പരിഗണിക്കുന്ന വേളയിലാണ് കോടതി അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ ഈ ഉദ്യോഗസ്ഥർക്ക് നേരെ വിമർശനം ഉണ്ടായിരിക്കുന്നത്. കെ ബിജു IASനെതിരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ വലിയ രീതിയിലാണ് കോടതി വിമർശിച്ചിരിക്കുന്നത്. ഇത്തരം ഒരു ഉത്തരവ് എങ്ങനെയാണ് ഇറക്കാൻ സാധിക്കുക എന്ന് കോടതി ചോദിച്ചു. വാട്ട് നോൺസെൻസ് ആർ യു ഡൂയിങ് എന്നതാണ് കോടതിയുടെ എക്സാക്റ്റ് വാക്കുകൾ, അല്ലെങ്കിൽ കോടതി ഉപയോഗിച്ച അതേ വാക്കുകളിൽ പറയുകയാണെങ്കിൽ വാട്ട് നോൺസെൻസ് ആർ യു ഡൂയിങ് എന്നതായിരുന്നു കോടതി അവിടെ ചോദിച്ചത്. സംഭവം ഈ ഒരു ഉത്തരവിൽ പറയുന്ന പരാമർശം എന്ന് പറയുന്നത് പ്രതികൾക്ക് പ്രോസിക്യൂഷന് അനുമതി നൽകുന്നത് കോടതിയുടെ നിർബന്ധം മൂലമാണ് എന്നായിരുന്നു ഉത്തരവിൽ പറയുന്നുണ്ടായിരുന്നത്. അതായത് പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി നൽകുന്നത് ഹൈക്കോടതിയുടെ നിർബന്ധം മൂലമാണ് എന്നതാണ് ഉത്തരവിൽ പറയുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ പ്രതികൾക്ക് ഇതിനെതിരെ അപ്പീൽ നൽകാനുള്ള അവകാശം നിലനിർത്തിക്കൊണ്ടാണ് ഈ ഉത്തരവ് ഞങ്ങൾ നൽകുന്നത്. അതായത് പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനെതിരെ പ്രതികൾക്ക് അപ്പീൽ നൽകാമെന്നും ആ അവകാശം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അനുമതി നൽകുന്നത് എന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പരാമർശങ്ങൾ നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതി പ്രിൻസിപ്പൽ സെക്രട്ടറി, അതായത് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ബിജു IASന് നിർദ്ദേശം നൽകിയത്. ഈ പരാമർശങ്ങളാണ് കോടതിയെ വല്ലാതെ ചൊടിപ്പിച്ചത് എന്ന് വേണം കരുതാൻ. പ്രതിയാണോ ഉത്തരവ് തയ്യാറാക്കിയത് എന്ന് തോന്നിപ്പോയി ഈ ഒരു ഉത്തരവ് വായിച്ചപ്പോൾ എന്നതാണ് കോടതി പറഞ്ഞത്. മാത്രമല്ല, ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുൻപേ പ്രതി ചന്ദ്രശേഖരൻ ഈ ഉത്തരവ് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് വാർത്താ സമ്മേളനം നടത്തുന്നത്. ഈ ഉത്തരവ് എടുത്തു കാണിച്ചുകൊണ്ട്, ഉത്തരവിൽ പറയുന്ന പരാമർശങ്ങൾ കാണിച്ചുകൊണ്ട് ഇത് തന്നെ തൻ്റെ നിരപരാധിത്വത്തിന് തെളിവല്ലേ എന്ന രീതിയിലായിരുന്നു ചന്ദ്രശേഖരൻ്റെ വാർത്താ സമ്മേളനമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രതി ഇത്തരത്തിൽ ഈ ഉത്തരവ് കയ്യിലെടുത്തുകൊണ്ട് സമ്മേളനം നടത്തി കോടതിയെ അപമാനിച്ചു അല്ലെങ്കിൽ അവഹേളിക്കുകയാണ് ചെയ്തത്. എങ്ങനെയാണ് ഇത്തരം ഒരു ഉത്തരവ് പുറത്തിറക്കുന്നത്? പ്രതി എഴുതി തയ്യാറാക്കിയ ഉത്തരവ് ഉദ്യോഗസ്ഥന് കൊണ്ടുകൊടുത്ത് അയാളെ കൊണ്ട് ഒപ്പിടിയിപ്പിക്കുകയാണോ ചെയ്തത് എന്നും കോടതി ചോദിച്ചു. മാത്രമല്ല, കെ ബിജു IAS അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല എന്നാണ് കോടതി പറഞ്ഞത്. മറ്റന്നാൾ, അതായത് വരുന്ന ദിവസം കോടതിയിൽ കെ ബിജു നേരിട്ട് ഹാജരാകണം. അദ്ദേഹത്തിനെതിരെ കോടതി അലക്ഷ്യത്തിനുള്ള നടപടികൾ ഹൈക്കോടതി ആരംഭിച്ചു കഴിഞ്ഞു. പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ ഒരു ഉത്തരവ് തയ്യാറാക്കുമ്പോൾ യാതൊരു ചട്ടവും പാലിക്കാതെയാണ് ഉത്തരവ് തയ്യാറാക്കിയത്. ഒരു വേള പ്രതിയെ സഹായിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഉത്തരവാണോ എന്ന് പോലും ഇത് വായിക്കുമ്പോൾ തോന്നും. കോടതിയെ മാത്രമല്ല സർക്കാരിനെയും അപകീർത്തിപ്പെടുത്തുന്ന നടപടിയാണ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു ഉത്തരവ് പുറത്തിറക്കുന്നതിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി. എന്തായാലും ഈ വിവാദമായിട്ടുള്ള ഈ ഒരു ഉത്തരവ് പുറത്തിറങ്ങിയ ദിവസം തൊട്ട് തന്നെ ഈ ഒരു കാര്യം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. തീർച്ചയായും ഒരു അഴിമതി കേസ്, ആ അഴിമതി കേസിലെ പ്രതികൾക്ക് അവർക്കെതിരെ കോടതി അലക്ഷ്യ കേസ് ഫയൽ ചെയ്യുന്നു. അപ്പോൾ ഈ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് സർക്കാരിൽ നിന്ന് പ്രോസിക്യൂഷൻ അനുമതി ലഭിക്കണം. ആ പ്രോസിക്യൂഷൻ അനുമതി അല്ലെങ്കിൽ ആ പ്രോസിക്യൂഷൻ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ സർക്കാരിൻ്റെ പ്രതിനിധി പറയുന്നത് ഞങ്ങൾ ഈ ഉത്തരവ് നൽകുന്നത് ഹൈക്കോടതി നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് എന്നാണ്. അതുമാത്രമല്ല, ഞങ്ങൾ ഈ നൽകുന്ന ഉത്തരവിനെതിരെ പ്രതികൾക്ക് അപ്പീൽ നൽകാനുള്ള എല്ലാ അവകാശവും ഞങ്ങൾ തന്നെ നിലനിർത്തി കൊടുക്കുന്നുമുണ്ട് എന്നാണ് ഒരു സർക്കാർ പ്രതിനിധി പറയുന്നത്. ആ ഒരു ഉത്തരവ് വിവാദമായപ്പോൾ തന്നെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാകും എന്നത് ഏറെക്കുറെ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. പക്ഷേ ഇത് വളരെ കടുത്ത ഭാഷയിൽ, വളരെ രൂക്ഷമായി തന്നെയാണ് ഇപ്പോൾ കോടതി ഈ ഒരു വിമർശനം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ പ്രതിയെ കൊണ്ട് ഈ ഉത്തരവ് എഴുതിച്ച് ഉദ്യോഗസ്ഥന് ഒപ്പിടാനാണെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്ത് ഇരിക്കേണ്ടതില്ല എന്നതാണ് കോടതി പറഞ്ഞത്. എന്തായാലും ഇനി വരുന്ന മറ്റന്നാൾ വീണ്ടും അദ്ദേഹം കോടതിയിൽ നേരിട്ട് ഹാജരാകണം. ആ സമയത്ത് ഒരു വിശദീകരണം നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. എന്തായാലും ഇപ്പോൾ ജസ്റ്റിസ് എ ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ ഒരു കോടതി അലക്ഷ്യ കേസ് ഹർജി പരിഗണിക്കുന്നുണ്ടായിരുന്നത്. എന്തായാലും കെ ബിജു IASനെതിരെ കോടതി അലക്ഷ്യ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു.